ഓം നമോ നാരായണായ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ 2025 വർഷത്തെ അഷ്ടമി രോഹിണി മഹോത്സവത്തിനായുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലെത്തി. അഷ്ടമി രോഹിണി സുദിനമായ സെപ്റ്റംബർ 14 ഞായറാഴ്ച ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കെല്ലാം ദർശനം ലഭ്യമാക്കാൻ സാധ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ ദിനത്തിൽ പൊതുവരിയിൽ നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ദർശനത്തിനാകും ദേവസ്വം ഭരണസമിതി മുൻഗണന നൽകുന്നത്. ഭക്തരുടെ സൗകര്യാർത്ഥം അന്നേ ദിവസം നിർമാല്യം മുതൽ ദർശനത്തിനുള്ള പൊതുവരി ക്ഷേത്രത്തിലേക്ക് നേരെ കൊടിമരം വഴി വിടും. അഷ്ടമി രോഹിണി നാളിൽ അത്ഭുതമായ അത്യപൂർവമായ ഭക്തജനത്തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ VIP സ്പെഷ്യൽ ദർശനങ്ങൾക്ക് രാവിലെ 6 മണി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്കുള്ള ദർശനം രാവിലെ 4:30 മുതൽ 5:30 വരെ ആക്കിയിട്ടുണ്ട്. വൈകിട്ട് 5 മുതൽ 6 മണി വരെയും. തദ്ദേശീയർക്ക് ക്ഷേത്രത്തിൽ നിലവിൽ അനുവദിക്കപ്പെട്ട സമയത്ത് ദർശനമാകാം. ബാക്കിയുള്ള സമയത്ത് ക്ഷേത്ര ദർശനത്തിന് പൊതുവരി സംവിധാനം നടപ്പിലാക്കും. അഷ്ടമി രോഹിണി നാളിൽ ചോറൂൺ വഴിപാട് കഴിഞ്ഞ കുട്ടികൾക്ക് ദർശന സൗകര്യം നൽകും. മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ എന്നിവരെ കൊടിമരം വഴി കടത്തിവിടും. ദർശനം ലഭിച്ച ഭക്തർ കഴിയുന്നതും വേഗം പടിഞ്ഞാറേ നടവഴിയോ ഭഗവതി ക്ഷേത്രം നടവഴിയോ പുറത്തെത്തണം. എന്നാലേ കാത്തിരിക്കുന്ന മറ്റു ഭക്തർക്ക് സുഖദർശനം സാധ്യമാകൂ. ക്ഷേത്ര ദർശനത്തിനുള്ള പൊതുസംവിധാനം അപര്യാപ്തമാകുന്ന പക്ഷം കിഴക്കേ നടപ്പുരയിലോ പൂന്താനം ഹാളിലോ ഭക്തജനങ്ങൾക്ക് വരിനിൽപ്പിന് സൗകര്യമൊരുക്കും. വിശേഷാൽ കാഴ്ചശീവേലി നടക്കുന്നതിനാൽ ശയനപ്രദക്ഷിണത്തിന് നിയന്ത്രണമുണ്ടാകും. അഷ്ടമി രോഹിണി നാളിൽ 200ഓളം വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുണ്ട്. ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് വിവാഹ ചടങ്ങുകളുടെ സൗകര്യപ്രദമായ നടത്തിപ്പിനായി ദേവസ്വം പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. പതിവിലും നേരത്തെ പുലർച്ചെ 4 മണി മുതൽ വിവാഹങ്ങൾ നടത്തും. ഇതിനായി 4 വിവാഹ മണ്ഡപങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ 5ാമത്തെ മണ്ഡപം കൂടി തുറക്കും. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിവിധ ഘോഷയാത്രകൾ ക്ഷേത്രത്തിൽ രാവിലെ 9 മണി മുതൽ എത്തിച്ചേരുന്നതിനാൽ തിരക്കൊഴിവാക്കാൻ വിവാഹ സംഘങ്ങൾ കാലത്ത് 4 മണി മുതൽ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി നേരത്തെ വിവാഹം നടത്തുന്നത് ഉചിതമായിരിക്കും. ശ്രീ ഗുരുവായൂരപ്പന് നിവേദിച്ച പാൽപ്പായസം ഉൾപ്പെടെയുള്ള വിശേഷാൽ പ്രസാദമൂട്ടാണ് അഷ്ടമി രോഹിണി നാളിലെ പ്രത്യേകത. രസകാളൻ, ഓലൻ, അവിയൽ, എരിശ്ശേരി, പൈനാപ്പിൾ പച്ചടി, മെഴുക്കുപുരട്ടി, ശർക്കര വരട്ടി, കായവറവ്, അച്ചാർ, പുളിയിഞ്ചി, പപ്പടം, മോര് എന്നിവ ഉൾപ്പെടെ വിഭവങ്ങൾ ഭക്തർക്ക് ധന്യതയേകും. രാവിലെ 9 മണിക്ക് പ്രസാദമൂട്ട് ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസാദമൂട്ടിനുള്ള വരിനിൽപ്പ് അവസാനിപ്പിക്കും. അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലും ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലും പ്രസാദകൂട്ട് നൽകും. അന്നലക്ഷ്മി ഹാളിലേക്കുള്ള ക്യൂ സംവിധാനം ക്ഷേത്രക്കുളത്തിന് വടക്കു ഭാഗത്തൊരുക്കും. തെക്കേ നടയിലെ പ്രസാദകൂട്ട് കേന്ദ്രമായ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലേക്കുള്ള ക്യൂ സംവിധാനം തെക്കേ നട തീർത്ഥക്കുളത്തിന് സമീപം ഒരുക്കിയിട്ടുണ്ട്. പ്രസാദമൂട്ട് ഭക്തർക്ക് വിളമ്പി നൽകാൻ ദേവസ്വം ജീവനക്കാർക്ക് പുറമെ 120 പ്രൊഫഷണൽ വിളമ്പുകാരെ നിയോഗിക്കും. ഭക്ഷണം അധികമായി വരുന്നത് മുഴുവൻ ഭക്തജനങ്ങൾക്ക് നൽകും. അഷ്ടമി രോഹിണി നാളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ഗുരുവായൂർ വേദിയാകും. വൈകിട്ട് 5-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സമ്മേളന ഉദ്ഘാടനവും ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാര സമർപ്പണവും ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിക്കും. നെന്മനി ശ്രീ ബലരാമ ക്ഷേത്രത്തിൽ രാവിലെ പൂജയ്ക്കു ശേഷം 9 മണിയോടെ ഘോഷയാത്ര ഗുരുവായൂരിലേക്ക് പുറപ്പെടും. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ശ്രീ ബലരാമദേവൻ പൂത്താലമേന്തിയ വനിതകളോടും ബലരാമവേഷധാരികളായ ബാലന്മാരോടും ഗോപികമാരോടും നൃത്തവാദ്യഘോഷത്തോടെയും ഭക്തജനാബലിയുടെ കൂടെ ഗജരാജൻ്റെ പുറത്തേറിയാണ് വരിക. 10:30 ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിൽ എത്തിച്ചേരുന്ന ശ്രീ ബലരാമദേവനെ നിറപറയും നിലവിളക്കും വെച്ച് ദേവസ്വം സ്വീകരിക്കും. തുടർന്ന് പ്രതീകാത്മകമായി ശ്രീകൃഷ്ണ ബലരാമ സംഗമം നടക്കും. ഭക്തജനങ്ങൾക്ക് ആശീർവാദം ചൊരിഞ്ഞ് ദേവസഹോദര സംഗമത്തിനു ശേഷം ശ്രീ ബലരാമദേവൻ തിരിച്ച് നെന്മനിയിലേക്കെത്തും. തുടർന്ന് ഭക്തസഹസ്രങ്ങൾ പിറന്നാൾ സദ്യയും മധുരവും നൽകും. വൈകിട്ട് വിശേഷാൽ ചുറ്റുവിളക്കുമുണ്ടാകും. നെന്മനി ബലരാമക്ഷേത്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.